വിജയ് സേതുപതിയുടെ അടുത്തിറങ്ങാൻ പോകുന്ന സിനിമയാണ് എയ്സ്. അതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. സംഭവം കണ്ടിട്ട് ഒരു ഹൈസ്റ്റ് മൂവി ആണെന്നാണ് തോന്നുന്നത്. ഇപ്പൊ വിജയ് സേതുപതി ഒരിടത്ത് ഒരു ഹൈസ്റ്റിനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളും വലിയ സ്മഗ്ലേഴ്സും ഗ്യാങ്ങുകളും ഒക്കെ ഇടയിൽ അവർ പെട്ടുപോകുകയാണെന്നാണ് തോന്നുന്നത്. അടിപൊളി മ്യൂസിക് ആണെന്ന് തോന്നുന്നു. ഇതിലെ ട്രെയിലറിലെ മ്യൂസിക് വിഷയം, ക്യാമറയും ഫൈറ്റും എല്ലാം അടിപൊളി. ട്രെയിലർ കട്ട് ചെയ്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ, സിനിമയിൽ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ട്രെയിലറിലെ ആക്ഷനും ക്യാമറയും മ്യൂസിക്കും എല്ലാം സെറ്റ് സാധനം. ഇതിലെനിക്ക് തോന്നുന്നു റൊമാൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ഒരു ഹൈസ്റ്റ് കാണും, മിസ്റ്ററി ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം ട്രെയിലറിന്റെ എൻഡിലോട്ട് വരുമ്പോൾ വിജയ് സേതുപതിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ എയ്സ് എന്ന പേര് മിക്കവാറും വിജയ് സേതുപതി ആയിരിക്കണം. വിജയ് സേതുപതി തന്നെയാണ് ഇതിന്റെ മാസ്റ്റർ മൈൻഡ്. ബാക്കി എല്ലാ പേരെയും വിജയ് സേതുപതി ഇതൊരു പ്ലേ ചെയ്യിക്കുകയാണ് എന്നൊരു ഹിന്റ് അതിലുണ്ട്. പിന്നെ യോഗി ബാബു കാണും, എനിക്ക് വലിയ പ്രതീക്ഷയില്ല, ചിലപ്പം ക്ലീശ കോമഡികളായിക്കളായും. എന്നാലും വിജയ് സേതുപതിയുടെ ഒരു സ്വാഗ് ഉണ്ടല്ലോ, അത് സിനിമയിൽ കാണും കേട്ടോ. ട്രെയിലറിൽ തന്നെ കാണുന്നുണ്ട്. ആ പുള്ളിക്കാരൻ നടന്നു വരുന്നതും ആ ഒരു അഭിനയവും ആക്ഷനും ആ സ്ക്രീൻ പ്രസൻസ് ഇതിൽ തന്നെ അടിപൊളിയാണ്. സിനിമയിൽ അത് എന്തായാലും ത്രൂ ഔട്ട് കാണും. പിന്നെ ആകെ എനിക്ക് സംശയമുള്ള സ്റ്റോറി ഒരു ഓർഡിനറി സ്റ്റോറി ആയി പോകുന്നുള്ളതാണ്. കാര്യം ഇതുപോലത്തെ ഒരുപാട് സിനിമകളുണ്ട്, ഏകദേശം എല്ലാം ഒരേ പാറ്റേണിലുമാണ്. ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യസ്തത കൊണ്ടുവന്നാൽ കുറച്ച് നന്നായിരിക്കും. എന്തായാലും എൻഗേജിങ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഫുൾ ഒരു പവർ പാക്ക് സാധനമായിരിക്കും. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. May 23 തന്നെയാണ് ഇത് റിലീസ് ചെയ്യുന്നത്. ഞാൻ കണ്ടതിന് ശേഷം റിവ്യൂ ഇടുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. എയ്സ് എന്ന ട്രെയിലർ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് അനു. താങ്ക് യു.